സബ്സ്ക്രൈബേഴ്സ് നെയിം മീറ്റിംഗ് ചാലഞ്ച്. യെസ്, നമ്മൾ ഇന്ന് മോഹിത എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ നെയിമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ മോഹിത വെച്ച് നമുക്ക് ഇന്ന് ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച് വെച്ചാലോ? എമ്മ വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് മാംഗോ. ഷേപ്പ് ഒന്നും നോക്കണ്ട, ബിക്കോസ് കേടായിരുന്നു. ഓ വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്ന ഓറിയോ ബിസ്ക്കറ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഓറിയോ ബിസ്ക്കറ്റ് അത്ര ഇഷ്ടമൊന്നുമല്ല. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു ഫേവറേറ്റ് പേഴ്സണൊന്നും അല്ല ഞാൻ, എന്നാലും കഴിച്ചു. പക്ഷെ രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓറിയോ ഫാൻസ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എച്ച് വെച്ചിട്ടാണ് ഞാൻ കുറേ ആലോചിച്ചിട്ട് കിട്ടിയതാണ്. പിന്നെ അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഹോർലിക്സ് ആണ് ഞാൻ കഴിക്കുന്നത്. കുഞ്ഞിലാണെങ്കിൽ ഇത് നക്കി തിന്ന് അമ്മ വാങ്ങിച്ചു വെക്കും, ഞാൻ നക്കി തിന്നു. ലാസ്റ്റ് അമ്മയുടെ നിന്ന് നല്ല ചീത്ത വരെ എനിക്ക് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചീത്ത കേട്ടിട്ടുണ്ടാവും, എനിക്കറിയാമല്ലോ. അപ്പം നമ്മൾ എച്ച് വെച്ച ഹോർലിക്സ് ആണ്. നമ്മുടെ ഐ വെച്ചിട്ട് എന്താണ് മൈ ഫേവറേറ്റ് ഐസ്ക്രീം. അപ്പം ഞാൻ ഷുഗർ കട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ വലിയ ഐസ്ക്രീം ഒന്നും മേടിക്കാൻ നിന്നില്ല. ഏറ്റവും ചെറിയ സാധനം, മുഖത്ത് നിറച്ച് കുരു, എന്നാലും നമുക്ക് ഐസ്ക്രീം ഇട്ടുള്ള കളിയില്ലല്ലോ. ടീ വെച്ചിട്ട് ഇത്രയും നേരം കഴിച്ച മധുരമല്ലേ വിചാരിച്ച് ഞാൻ ഒരു മധുരമില്ലാത്ത നല്ലൊരു ടീ ഉണ്ടാക്കി കുടിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് മധുരമാണ്. രണ്ടാമത്തെ എച്ച് വെച്ച് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഹണിയാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഇത് മാത്രമേ ഹണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അധികം എടുക്കേണ്ടതെന്ന് വെച്ചാൽ വെറുതെ 2 തുള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 2 തുള്ളി തന്നെ ധാരാളം. കാരണം മധുരം കഴിച്ച് തലയ്ക്കാണെങ്കിൽ എനിക്ക് മൊത്തം കൂടെ പിടിച്ചു. നക്കി തിന്നു. അത് കഴിഞ്ഞിട്ട് ഇത് അവസാനിപ്പിച്ചു. ഈ വെച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടണില്ല. സോ ഞാനിങ്ങനെ പൊടികൾ വെക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വല്ലതുണ്ടോ എന്ന് നോക്കാമല്ലോ നമുക്ക്. ഈ ഏലക്ക തിന്നു കഴിഞ്ഞാൽ വായനാറ്റം പോവും. അതുകൊണ്ട് കുറച്ച് 2-3 എടുത്ത് തിന്നാം. പക്ഷേ ഏലക്ക തിന്നു കഴിഞ്ഞാലേ രക്തം വെള്ളമാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. നമുക്കൊരു 2 എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത നെയിം കമന്റ് ചെയ്താൽ മതി. അപ്പൊ അടുത്ത എന്തൊക്കെ വീഡിയോസ് വേണമെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് മറക്കണ്ട. ടാറ്റാ.